ഒറ്റമൂലി അനുഭവിക്കുവാനാണ് നാം ഇവിടെ ആയിരിക്കുന്നത് എന്ന് ടോം ആരംഭ പ്രസംഗത്തിൽ പറഞ്ഞു. ഈ കൂട്ടായ്മയുടെ ഒറ്റമൂലിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ എന്നെനിക്കറിയില്ല, നാളെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ ത്രിത്വം. നമ്മുടെ വിശ്വാസ രഹസ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഒന്നായിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൂട്ടായ്മ. ഒരിക്കൽ ഒരു വ്യക്തി ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സമാധാനമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഉടനെ ഗുരു അവനെ ഉപദേശിക്കുകയാണ്, നീ പോയി എല്ലാവർക്കും നന്മയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക എന്ന്. ഉടനെ ഇവൻ പറഞ്ഞു, എല്ലാവർക്കും നന്മയുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം, ഒരാൾക്കൊഴികെ, എൻ്റെ അയൽവക്കത്തുള്ള ആ വ്യക്തിക്ക്. ഉടനെ ഗുരു അവനോട് പറയുകയാണ്, അങ്ങനെയെങ്കിൽ നിന്റെ പ്രാർത്ഥനയൊന്ന് മാറ്റണം. എല്ലാവർക്കും നന്മയുണ്ടാകണമേ എന്ന് നീ പ്രാർത്ഥിക്കണ്ട, നീ പോയി നിന്റെ ഈ അയൽക്കാരന് മാത്രം നന്മയുണ്ടാകണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് മനസ്സമാധാനമുണ്ടാകും എന്ന്. സ്നേഹമുള്ളവരെ, മനുഷ്യനെ കണ്ടുമുട്ടുന്നിടത്ത് ഈശ്വര സാന്നിധ്യം ഉണ്ടാവണം. എന്താണ് ഈശ്വര സാന്നിധ്യം? മനുഷ്യനെ കണ്ടുമുട്ടുന്നിടത്ത് സ്നേഹമുണ്ടാകണം, അസൂയയും വിദ്വേഷവും അല്ല ഉണ്ടാകേണ്ടത്. അപ്പോൾ മനുഷ്യനെ കണ്ടുമുട്ടുന്നിടത്ത് സ്നേഹമുണ്ടാകണമെന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹമായതുകൊണ്ട് മനുഷ്യനെ കണ്ടുമുട്ടിടുന്നിടത്ത് സ്നേഹമുണ്ടാകുമ്പോൾ അവിടെ ഈശ്വര സാന്നിധ്യമാണ്. ഈ കൂട്ടായ്മയ്ക്ക് നമ്മൾ വരുമ്പോൾ ഇതിനുള്ള വലിയ അനുഭവം നമുക്കുണ്ടാവണം. ഒരുപക്ഷെ നാട്ടിലൊക്കെ നമ്മൾ പറയാം, ഇന്നത്തെ ആധുനിക സംസ്കാരത്തിൽ അയൽവക്കത്തുള്ളവൻ്റെ വീട്ടിൽ അടുപ്പിൽ നിന്നും പുക ഉയരാതെ വരുമ്പോൾ അവൻ അതാ പുകയില്ലാത്ത അടുപ്പ് വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അസൂയപ്പെടുന്ന ഒരു ചിന്താഗതിയാകരുത് നമുക്കുണ്ടാകേണ്ടത്. അവൻ്റെ വീട്ടിൽ കഞ്ഞിക്ക് വകയില്ല, അതുകൊണ്ട് അവൻ്റെ വീട്ടിൽ അടുപ്പ് പുകയുന്നില്ല എന്ന് ചിന്തിക്കാൻ മാത്രം ഒരു വലിയ വിശാല മനസ്കത, അതാണ് ഞാൻ ഉദ്ദേശിക്കുക. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ദിവസം നമ്മൾ ഈ കൂട്ടായ്മയുടെ ഈ അനുഭവം നുകരുവാൻ ഇവിടെ വന്നുകൂടുമ്പോൾ ഈ വലിയ സ്നേഹാനുഭവം, അങ്ങനെ ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.